ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് മൂർത്തിയും രേവതിയും അനാമികയും നവ്യയും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നവ്യനെ ചേച്ചി എന്നൊന്നും അല്ലല്ലോ വിളിക്കുന്നത്, ഇടി വാടി ബോഡി ഉള്ള ബന്ധമാണല്ലോ നമ്മുടെ അനാമികയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല തക്ക മറുപടി മൂർത്തി കൊടുത്തു. ഉരുകി 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 വെന്തൊലിച്ച് അവിടെ നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത് നമ്മുടെ രേവതിയും അനാമികയും. അങ്ങനെ നമ്മുടെ രേവതി പറയാണ്, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മൂർത്തി സാറിനോട്. ഇവിടെ എൻ്റെ മോളെ നിർത്താൻ എനിക്ക് സത്യം പറഞ്ഞ പേടിയാ മൂർത്തി സാറേ. അത് വേറൊന്നുമല്ല, ഇവിടെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുകയല്ലേ. കഴിഞ്ഞ ദിവസം പായസം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മോളുടെ അവസ്ഥ ഞാൻ കണ്ടതാ. ഇതിലേക്കൂടെ പാഞ്ഞോടി. എൻ്റെ മോൾക്ക് മാത്രമല്ല, എനിക്കും വേണുവേട്ടനൊക്കെ ആ അവസ്ഥയുണ്ടായി. ഇവിടെ നിൽക്കുന്ന ജലജയ്ക്ക് പോലും ആ ഒരു അവസ്ഥ വന്നു. ഇനി അതുപോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം അടുത്തൊരവസ്ഥ ഉണ്ടായേക്കുന്ന ദേവയാനിക്ക. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്യുന്നതാ മൂർത്തി സാറേ, വേറെ ആരുമല്ല. മൂർത്തി സാറ് തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മരുമകളുണ്ടല്ലോ, നയന. കാരണം നയന ഇത് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട്. നയനയും ആദർശും കൂടെ ഹണിമൂണിന് പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ദേവയാനി ചേച്ചി ആണല്ലോ മുടക്കിയത്. അപ്പോഴത്തേക്കും മൂർത്തി പറഞ്ഞു, അല്ല രേവതി പറഞ്ഞു എന്താ ഈ പറഞ്ഞ് എങ്ങോട്ടാ ഈ കാട് കയറുന്നത്? അല്ല വേറൊന്നുമല്ല സാറേ പറയുന്നത്, ആ പാൽ എടുത്തു വെച്ചത് നയന തന്നെയാ. അല്ല അതെങ്ങനെയാ ആ പാൽ എടുത്തു വെച്ചത് നയനമോളാണെന്ന് ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റി? അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ നിന്നൊന്ന് ചിരിച്ചു കേട്ടോ. അപ്പൊ നവ്യ പറയാണ്, അത് പിന്നെ മുത്തശ്ശ സത്യ ഇപ്പം ഇവര് പറഞ്ഞത് കറക്റ്റായ കാര്യം തന്നെയാ. നയനേച്ചി അവിടെ ഒരു പാൽ എടുത്തു വെച്ചിരുന്നു. ആ പാൽ ആരോ കുടിച്ചു എന്നും പറഞ്ഞ് നയനേച്ചി എനിക്ക് വേറെ പാല് ചൂടാക്കിക്കോട്ടാ തന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണി എനിക്ക് വരാനുള്ളതായിരുന്നു. അപ്പൊ ആരോ എന്നെ ചതിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തത്. പക്ഷെ അതെങ്ങനെയോ മാറി വല്യമ്മയ്ക്കായി പോയതാ. എനിക്ക് അങ്ങനെയാ തോന്നുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അതിനിടയിൽ രേവതി പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എൻ്റെ മോളുടെ ജീവിതവും ജീവനും ഒക്കെ അപായത്തിലായാലേ അത് ഞങ്ങൾക്കല്ലേ നഷ്ടം. അതുകൊണ്ട് എൻ്റെ മോളെ നിർത്താൻ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, എങ്കിൽ പിന്നെ രേവതി ഒരു കാര്യം ചെയ്യുക, രേവതിയുടെ മോളെ ഇവിടെ നിർത്താൻ ബുദ്ധിമുട്ടാണെങ്കിലും രേവതിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോക്കോ. അനിയോട് അനുവാദം ചോദിച്ചിട്ട് അനി സമ്മതിക്കുവാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോക്കോ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ആർക്കും ഒന്നും പോകാൻ പോകുന്നില്ല, ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പോ അനി സമ്മതിക്കൂലേ എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാ. അനി കണ്ണു അടച്ച് പറയും അനാമികനെ കൊണ്ടുപോക്കോളാൻ. ഇത് കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അനാമികയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, അപ്പം മുത്തശ്ശനും കൂടെ ചേർന്ന് എന്നെ കളിയാക്കുക അല്ലേ? മുത്തശ്ശനും ഇവൾമാരുടെ കൂടെ കൂടി എന്നെ കളിയാക്കുക അല്ലേ? ഞാൻ നിങ്ങളെയൊന്നും ഇങ്ങനെയല്ല കണ്ടത്. ഞാൻ ഈ കുടുംബത്തിൽ വന്ന് കയറിയത് ഈ കുടുംബത്തിന്റെ സ്വത്തോ പണമോ ഒന്നും കണ്ടിട്ടല്ല, നിങ്ങളുടെ ഓരോരുത്തരെ കണ്ടിട്ടാ. അന്നും ഈ കൂട്ടുകുടുംബത്തിനോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു. എന്നിട്ട് മുത്തശ്ശൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാനല്ലേ? എനിക്ക് മനസ്സിലായി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വന്നേ. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ തള്ളി പറയുന്ന ഇവരുടെ മുമ്പിൽ എന്തിനാ നമ്മൾ നിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ വലിച്ചോണ്ട് ഒരൊറ്റ പോക്ക് പോയിട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ എൻ്റെ പൊന്നെ പറയാനുണ്ടോ നവ്യയുടെ കാര്യം. നവ്യ ഒരു അടിപൊളി ചിരിയൊക്കെ ചിരിച്ച് പാസ്സാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പക്ഷെ നമ്മുടെ വസന്തരയ്ക്ക് ചെറിയ വിഷമം വന്നപ്പോൾ വസന്തര പറഞ്ഞു, അയ്യോ എന്തിനാ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ആ കുട്ടിക്ക് വിഷമമായെന്നാ തോന്നുന്നത്. എന്ത് വിഷമമാകാനാ? ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ പഴി ചാരിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്താ വസന്തരെ നീ പറയുന്നത്? പോവുകയാണെ അങ്ങ് പോട്ടെ, തുമ്മി അത്തറിക്കുന്ന മൂക്കാണ് അങ്ങ് പൊക്കോട്ടെ എന്ന് ഓർക്കണം. അല്ലാതെ ഇവിടെ പിടിച്ചു നിർത്താനൊന്നുമേ നമ്മളെ കൊണ്ടാവില്ല. ഇവിടെ ഇഷ്ടമുള്ളവർ നിൽക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് പോകാം. പിന്നെ വെറുതെ നയനമോളുടെ മേലിൽ കൊണ്ട് കുറ്റം ചാർത്തിയത് കണ്ടില്ലേ? നയനമോൾ ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വസന്തരെ നിനക്ക് വിശ്വാസമില്ലേ? അതെ, എൻ്റെ നയനമോൾ ഒരിക്കലും ഇത് ചെയ്യില്ല. അവള് എത്ര ദിവസങ്ങളോളം ഇവിടെ നിൽക്കുന്നു, എത്ര മാസങ്ങളോളമായി അവളെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഇതുവരെ അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? അവൾക്ക് ഇതൊക്കെ ചെയ്യാമെങ്കിൽ അവളെ എന്ത് ദ്രോഹിച്ചിട്ടുണ്ട് ആദർശും ദേവയാനിയും എല്ലാവരും കൂടെ ചേർന്ന്. എങ്കിൽ പിന്നെ അവക്ക് അന്ന് ചെയ്യത്തില്ലായിരുന്നോ? പിന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ നവ്യ പറഞ്ഞത്, ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം, പക്ഷേ അതിനിവിടെ തെളിവില്ലാത്ത സ്ഥിതിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ മുത്തശ്ശി. അതുകൊണ്ട് ഇനി ബാക്കി കാര്യം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ. ഏതായാലും എൻ്റെ അനിയത്തി ഇത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതെനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ. അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. പിന്നെ എൻ്റെ കുഞ്ഞിനെയും എന്നെയൊക്കെ കൊല്ലാൻ വേണ്ടി തന്നെയാ ഇവരിതൊക്കെ ചെയ്ത് കൂട്ടിയെന്നും എനിക്കറിയാം. അത് നന്നായിട്ടറിയാം. ഇനിയിപ്പോൾ ഇതിൻ്റെ
പിന്നില് എൻ്റെ അമ്മായിയമ്മയുടെ കൈകളുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് അറിയാലോ മുത്തശ്ശന് എൻ്റെ ഭർത്താവിന് എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിന് കാരണവും ഇതാണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഏതായാലും ഞാൻ ആരെയും പഴിചാരാനൊന്നും നിൽക്കുന്നില്ല, ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നും പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അകത്ത് കയറി പോയിട്ടോ. അപ്പൊ ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ആദർശ് വരുന്നത്. അപ്പൊ ആദർശ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കലിതുള്ളി നിൽക്കുകയാണല്ലോ ദേവയാനിയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയൊക്കെ കൂടെ ചേർന്ന്. അങ്ങനെ അനാമികയും ദേവയാനിയും ദേവയാനിയല്ല സോറി രേവതി കേട്ടോ, എൻ്റെ ദൈവമേ, നമ്മുടെ ദേവയാനി ഹോസ്പിറ്റലിൽ കിടക്കും. ഇപ്പൊ ദേവയാനിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടേനെ അനന്തപുരിയിൽ. അങ്ങനെ നമ്മുടെ രേവതിയും അനാമികയും കൂടി ചേർന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് കയറി വരുന്നത് ആദർശ്. അങ്ങനെ ആദർശ് നയനയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് നയനെ അങ്ങ് അകത്ത് കയറിപ്പോയി. ആദർശ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിനെ എങ്ങനെയെങ്കിലും കുത്തി തിരിപ്പിക്കണമല്ലോ. അപ്പം ആദർശിന്റെ അടുത്ത് ചെന്നിട്ട് രേവതി പറഞ്ഞു, ആദർശ് മോനെ അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അത് പിന്നെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ ഇല്ലോ എന്ന് അറിഞ്ഞിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്താ മോൻ പറഞ്ഞത്? അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ ഇല്ലോ എന്ന് അറിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോന്നോ? അയ്യോ മോൻ എന്താ സംസാരിക്കുന്നത്? ഞാൻ എന്താ സംസാരിക്കുന്നൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇപ്പം തൽക്കാലം എൻ്റെ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. മോനെ ഇതേ വേറെ ആരുമല്ല ചെയ്തിരിക്കുന്നത്, നിന്റെ ഭാര്യ തന്നെയാ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ഭാര്യനെ പഴിച്ചോണ്ട് വരരുത്. അവളെ ഇവിടെ കയറി വന്നിട്ട് എത്ര മാസമായെന്നറിയാലോ. ഇന്നേക്ക് ഇതുവരെ എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ടില്ല. അവളിങ്ങനെ ചെയ്യാനും പോകുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ അവിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലും ഇല്ല. പിന്നെ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്, എന്നു മുതലാ പ്രശ്നങ്ങൾ തുടങ്ങിയെന്നൊക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചും കരുതി ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി ആദർശിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ആദർശ് തന്നെ പറയാണ്, അമ്മയുടെ നില ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ്, രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, ചിലപ്പോൾ കോമ സ്റ്റേജിൽ വരെ ആകാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ നയനയും നവ്യയും കൂടെ സംസാരിക്കുന്ന കുറച്ച് സീനുകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ പറയുകയാണ്, ഇനിയിപ്പം അറിയില്ലല്ലോ, എല്ലാം നിന്റെ തലയിൽ കൊണ്ടിടുന്ന എനിക്ക് തോന്നുന്നത്. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ നിന്റെ തലയിൽ ഇടാൻ വേണ്ടിയായിരിക്കുന്നത്. പക്ഷെ ഇത് ചെയ്തിരിക്കുന്നത് രേവതിയും അനാമികയും തന്നെയാണ്. അല്ലാതെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയ്ക്കും ബുദ്ധി എൻ്റെ അമ്മായിയമ്മയ്ക്കില്ല. അപ്പൊ ഇത് ചെയ്തവരെ മാറ്റി നിർത്തിയിട്ട് നിന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നയനി. ഇനിയിപ്പം അത് കേട്ട് എല്ലാവരും വിശ്വസിച്ച് ആര് വിശ്വസിക്കാനാ നവ്യേച്ചി? ആരും വിശ്വസിക്കില്ല. എനിക്കറിയാം, എന്നെ ഇവിടെ എല്ലാവർക്കും നല്ല വിശ്വാസം തന്നെയാ. ഇതുവരെ ഞാൻ ഭയഭക്തിയോട് കൂടി അല്ലാതെ ഒരു ഭക്ഷണം ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കുറച്ച് ഉപ്പ് കുറഞ്ഞാലോ ഉപ്പ് കൂടിയാലോ സഹിതം ഞാൻ വേറെ കറികൾ ഉണ്ടാക്കിയേ കൊടുക്കാറുള്ളൂ. അതിവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഈ നിൽക്കുന്ന ഇപ്പോൾ കിടക്കുന്ന എൻ്റെ അമ്മായിയമ്മയ്ക്ക് സഹിതം അറിയാം ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യില്ലെന്ന്. പിന്നെ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്നെ കുറ്റപ്പെടുത്തിയാലേ ഉള്ളൂ. പക്ഷേ എൻ്റെ അമ്മായിയമ്മയ്ക്ക് സഹിതം അറിയാം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഒന്നും ചെയ്തു കൂട്ടില്ല എന്നും പറയുകയാണ്. അത് നീ വിശ്വസിച്ചോ? ഉറപ്പായിട്ടും എന്നെ ഇവിടെ ഉള്ളവർ അവിശ്വസിക്കില്ല. എനിക്കത് 100% ഉറപ്പുണ്ട്. മുത്തശ്ശിയും മുത്തശ്ശനും അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ അച്ഛനും ആരും എന്നെ വിശ്വസിക്കില്ല, എന്നെ അവിശ്വസിക്കില്ല. പിന്നെ അവിശ്വസിക്കുന്നത് ആരാ? ഇവിടെ ഉള്ള രേവതിയും അതുപോലെ രേവതി എന്നല്ല, അനാമികയുടെ അമ്മയൊക്കെ അല്ലേ. അവര് വായി തോന്നുന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ വിളിച്ചു പറയട്ടെ. ഇതിന്റെ പിന്നിൽ എന്താണെങ്കിലും അത് കണ്ടുപിടിച്ചേ പറ്റൂ നവ്യേച്ചി എന്ന് പറയുമ്പോൾ അതെ, അത് കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്താണെങ്കിലും അത് കണ്ടുപിടിച്ചിരിക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെയാണ് ഇപ്പൊ ദേവയാനി കടന്നു പോകുന്നത്. ദേവയാനിക്കൊന്നും മിണ്ടാനോ വെള്ളം ഇറക്കാനോ പോലും പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ കാര്യങ്ങളെല്ലാം ഇനി നമ്മുടെ നയനെ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. നയനെ ഏറ്റെടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നയന തന്നെയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ നമ്മുടെ ദേവയാനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുമോ? ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അങ്ങനെ മാറ്റങ്ങളൊക്കെ വരാൻ വേണ്ടി നമ്മൾക്കും ആഗ്രഹിക്കാം. ഈ ഒരു സമയത്ത് ദേവയാനിക്ക് മാറ്റം വന്നില്ലെങ്കിൽ പിന്നെ ഏത് സമയത്താണ് ദേവയാനിക്ക് മാറ്റം വരിക? ഏതായാലും എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ എന്നും രാവിലെ പതിവ് പോലെ നമ്മൾ വരുന്നതായിരിക്കും. കറക്റ്റ് ഒരു 7:30 ആകുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നത്. പിന്നെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ പ്രേമോ വിശേഷം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതിന്റെ തൊട്ടടിയിൽ കിടപ്പുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോ ആണ്. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷവുമായിട്ട് നമ്മൾ ഒരു 6:53 ഇന്ന് വരുന്നത്. കറക്റ്റ് 6:53 നമ്മൾ ഇന്നും രേവതിയുടെയും സച്ചിയുടെയും കഥ ഇടാറുള്ളത്. അപ്പൊ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയുവാനും എന്താ പറയുക, കൂടുതൽ വീഡിയോ ചെയ്യുവാനുള്ള ആ ഒരു പ്രചോദനമൊക്കെ നിങ്ങളുടെ ഈ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമൻറ്റിലൂടെ ആണെങ്കിലും അതിപ്പം നെഗറ്റീവൊക്കെ ആണെങ്കിലും പറഞ്ഞു തരുന്നുണ്ട്.
അങ്ങനെ കളിയാക്കുന്നവരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കും ഇനിയും മുന്നോട്ടേക്ക് വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.